അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തുണ്ടാകും. അത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം, ദിക്റ് കൊണ്ട് ലഭിക്കുന്നത്. ദിക്റ് കൊണ്ട് എന്താണ് ലഭിക്കുന്നത്? അപ്പോൾ അത് ആ മൂന്നാമത്തെ ഭാഗത്തുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ശുദ്ധി, ശിർക്ക് ചെയ്യൽ, മനസമാധാനം, ലഗ്വ്, അള്ളാഹുവിന്റെ പ്രീതി. അപ്പൊ എന്താണ് ദിക്റ് കൊണ്ട് ലഭിക്കുന്നത്? മനസ്സമാധാനമാണ്. അപ്പൊ അവിടെ മനസ്സമാധാനം എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് അനാവശ്യ കാര്യങ്ങൾ, അതിന് പറയുന്ന പേരാണെന്ത്? ലഗ്വ്. മൂന്നാമത്തത് ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി. 4 മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അവസാനത്തത് അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. എന്താണ്? ഷിർക്ക് ചെയ്യൽ. അപ്പൊ അവിടെ ഷിർക്ക് ചെയ്യൽ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം. അപ്പൊ ആ ബ്രാക്കറ്റിൽ ഓരോന്നിനോടും ഈ 5 ചോദ്യങ്ങളോടും യോജിച്ചത് അവിടെ ഉണ്ട്. അപ്പൊ ഏതാണോ യോജിച്ചത് അത് അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രവാചകൻ, അവന്റെ തിരുദർശനം, സുജൂദ്, അസ്മാ ഉൽ ഹുസ്ന, 70,000 മലക്കുകൾ. അപ്പൊ അതാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അസ്മാ ഉൽ ഹുസ്ന. അപ്പൊ അവിടെ അസ്മാ ഉൽ ഹുസ്ന എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം എന്താണ്? അവന്റെ തിരുദർശനം. അള്ളാഹുവിനെ കാണൽ തന്നെ അല്ലെ. അപ്പോൾ അവന്റെ തിരുദർശനം എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് സ്വശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ. അപ്പൊ സ്വന്തം ശരീരത്തെക്കാൾ മുഅ്മിനായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ ആരാണ്? പ്രവാചകൻ. നാലാമത്തത് അറിവുള്ളവർ ആദരിക്കപ്പെടണം. അതിനു വേണ്ടി മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് എന്താണ്? സുജൂദ്. ഇനി അഞ്ചാമത്തത് നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അഥവാ നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും 70,000 മലക്കുകൾ. അപ്പോൾ നമ്മുടെ നല്ല എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഒരു കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അവന് വേണ്ടി സ്വലാത്ത് ചെല്ലും. എത്ര മലക്കുകളാണ്? 70,000 മലക്കുകൾ. അപ്പൊ അവിടെ 70,000 മലക്കുകൾ എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ചിന്താശേഷി കുറയും ആരുടെ? സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരെ. അപ്പൊ അവരുടെ ചിന്താശേഷി കുറയും. രണ്ടാമത്തത് മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ത്? മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ. മൂന്നാമത്തത് ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും. അപ്പോൾ ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? അവൻ ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമായി മാറും. നാലാമത്തത് ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത്? പ്രകാശ കിരീടവും സ്ഥാന വസ്ത്രവും. ഇനി നാലാമത്തെ ഭാഗമാണ്. 2 വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ്. ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതുക. ഒന്നാമത്തത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക, അവിടുത്തെ മദ്ഹുകൾ പറയുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ. ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ ആരൊക്കെയാണ്? മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശ ഭൂമികളിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും. അപ്പൊ ഇതൊക്കെ എന്താണ്? ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എന്താക്കുക അവിടെ എഴുതി കൊടുക്കുക. അപ്പോ മനസ്സിലായല്ലോ. മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശ ഭൂമികളിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും എല്ലാം. ഇനി മൂന്നാമത്തത്, നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്? ദുസ്വഭാവികൾ, ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ, പിഴച്ച ആശയം ഉള്ളവർ, തെറ്റായ കാര്യങ്ങളിൽ കൂട്ടുനിൽക്കുന്നവർ. ഇവരൊക്കെ നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവരാണ്. നാലാമത്തത്, മിക്ക ആളുകളും വഞ്ചിതരായ രണ്ട് അനുഗ്രഹങ്ങൾ. ഒന്ന് ആരോഗ്യം, രണ്ടാമത്തത് ഒഴിവ് സമയം. അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്ന്, തൗഹീദിന്റെ നിർവചനം എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. രണ്ടാമത്തത്, നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞവർ ആരാണ്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. മൂന്ന്, അഹ്ലുൽ ബൈത്ത് എന്ന് പറയപ്പെടുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബക്കാർ. ഇവർക്കൊക്കെയാണ് എന്ത് പറയുക? അഹ്ലുൽ ബൈത്ത് എന്ന് പറയപ്പെടുക. നാലാമത്തത്, മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം. ഉത്തരം, ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതവും മനസ്സമാധാനവും. ആറാമത്തത്, ആര് ആരോട് പറഞ്ഞു? ചോദ്യം 1, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. ആരാണ് പറഞ്ഞത്? അള്ളാഹു ആണ് പറഞ്ഞത്. ആരോടാണ്? മലക്കുകളോട്. അപ്പൊ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു. രണ്ടാമത്തത്, താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട്? അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്. ഇനി ഏഴാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പൊ അവിടെ വൽഹംദുലില്ലാഹ് എന്നുള്ളതും അല്ലാഹു അക്ബർ എന്നുള്ളതും വലാ ഖുവത എന്നുള്ളതും അൽ അലിയു എന്നുള്ളതുമാണ് അവിടെ എഴുതാനുള്ളത്. രണ്ടാമത്തത്, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖ്നീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അപ്പോൾ അവിടെ കസാനി വറസഖ്നീഹി ഹൗല പിന്നെന്താ ഖുവത, അതാണ് അവിടെ എഴുതാനുള്ളത്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.